ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് നമ്മൾ വി ഐ ആഡിയുടെ വേർഷൻ 1 സബ്സോണിക് ഫിൽറ്ററാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഐ ഓഡിയോയുടെ തന്നെ സബ്സോണിക് ഫിൽറ്റർ വേർഷൻ 4ൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഓരോ ദിവസവും എല്ലാ ദിവസവും നമ്മൾ ഓരോ വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ ഇതായിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് എൻ്റെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂടാതെ തന്നെ ഈ ഒരു ഇലക്ട്രോണിക്സ്, അതായത് ആംപ്ലിഫയേഴ്സ്, മ്യൂസിക് സിസ്റ്റംസ്, അതിൻ്റെ ബോർഡ് ഡിസൈനിങ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഡൈ ആഡിയോ ഇന്ത്യൻസ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ഒരു ലിങ്ക് വഴി ആഡായി വരാവുന്നതാണ് ആ ഗ്രൂപ്പിലേക്ക്. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ കൂട്ടുകാരെ, എൻ്റെ പേര് കൃഷ്ണ കിഷോർ, എൻ്റെ സ്ഥലം ട്രിവാൻഡ്രത്താണ്. നമ്മുടെ ചാനലിൻ്റെ പേര് ഹാൻഡ്മേഡ് സിസ്റ്റംസ് എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എനിക്ക് കഴിയാവുന്ന രീതിയിൽ ഞാൻ മാക്സിമം നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബോക്സ് പറഞ്ഞപ്പം സത്യം പറഞ്ഞാൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് മാത്രമല്ല, ഫിൽറ്റർ മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ട്യൂട്ടറിൻ്റെ ആമ്പും കൂടാതെ തന്നെ നമുക്ക് വെഹിക്കിൾസിൽ, വണ്ടിയിലൊക്കെ, ആട്ടോയിലോ കാറിലൊക്കെ വയ്ക്കുന്ന രീതിയിലുള്ളൊരു സബ് വൂഫറിൻ്റെ ആമ്പും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ നമുക്ക് ഈ വീഡിയോ കൂടെ തന്നെ ചെയ്യാം. ആദ്യം നമുക്ക് ഫിൽറ്ററിൻ്റെ ഒരു റിവ്യൂയിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇതാണ് വേർഷൻ 4, സബ്സോണിക് ഫിൽറ്റർ വേർഷൻ 4, സബ്സോണിക് ഫിൽറ്റർ വേർഷൻ 1. ഇത് രണ്ടാണ് നമുക്ക് ജസ്റ്റ് ഒരു കമ്പാരിസൺ പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫിൽറ്ററിൽ നമ്മൾ കൊടുക്കേണ്ട സപ്ലൈ പോസിറ്റീവ്, നെഗറ്റീവ്, ഗ്രൗണ്ട്, ഡ്യുവൽ സപ്ലൈ ആണ്. നമുക്ക് കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്ത ഒരു 15-0-15 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആമ്പ് വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വെർഷൻ 1ലും വെർഷൻ 4ലും ഉള്ള വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെർഷൻ 1നകത്ത് അവരിട്ടിരിക്കുന്ന IC വന്നിട്ട് ST മൈക്രോ കൺട്രോൾസിൻ്റെ TLO64ഉം TLO84ഉം ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് അവിടെ LM സീരീസിലെ ICയിലേക്ക് മാറിയിരിക്കുകയാണ്. LM സീരീസിൻ്റെ IC കുറച്ച് വില കൂടിയ IC ആണ്. 324ഉം ഇവിടെ അതേപോലെ LM 324ഉമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. വേർഷൻ 1 എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സബ് ഫിൽറ്ററാണ്. കൂടാതെ തന്നെ വേർഷൻ 4 ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതിൽ അടുത്ത വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ബഫർ സെക്ഷൻ കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ഇവിടെ ഒരു ബഫർ സെക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു നമ്മൾ കൊടുക്കുന്ന സിഗ്നൽസിൻ്റെ ആ ഒരു ഇമ്പിഡൻസ് മാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ബഫർ സെക്ഷനാണ്. അത് ഗെയിനർ സെക്ഷനല്ല, ബഫർ സെക്ഷനാണ്. അപ്പോൾ അത് ഇവിടെ ഈ ഒരു സബ് ഫിൽറ്ററിൽ ഇല്ലാത്തൊരു സംഭവമാണ്. കൂടാതെ തന്നെ ഇവിടെ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്ട്രാ ബാസ് എന്ന് പറഞ്ഞ ഒരു സ്വിച്ചിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഷോർട്ട് ചെയ്ത് ഉപയോഗിക്കാമില്ല. ഈ ബാക്ക് സൈഡിൽ ഇവിടെ നമുക്കത് ഷോർട്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇനി അതും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒരു വയർ കൊടുത്ത് ഫ്രണ്ടിൽ, ആംപ്ലിഫയറിൻ്റെ പാനലിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്വിച്ച്, എക്സ്ട്രാ ബാസ് എന്ന് പറഞ്ഞ സ്വിച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ബാസിൻ്റെ ആ ഒരു തീവ്രത കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും നമുക്ക് സാധിക്കും. അതായത് നമ്മുടെ ചെവിയിൽ കേൾക്കുന്ന ബാസിൻ്റെ ആ ഒരു മുഴക്കം കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനൊക്കെ നമുക്ക് അവിടെ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഈ രണ്ട് സബ് ഫിൽറ്ററിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. നല്ല പഞ്ചി ബാസ് അല്ലെങ്കിൽ സോഫ്റ്റ് ബാസോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആ ഒരു ബാസിനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതും കൂടെ ഈ ഒരു VI ഫിൽറ്ററിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഒരു സബ്സോണിക് എന്താണെന്നുള്ളത്, അതെങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ഒന്ന് കയറി കാണാവുന്നതാണ്. പഴയ ആ ഒരു സബ് ഫിൽറ്ററിനെക്കാട്ടി പുതിയ സബ് ഫിൽറ്ററിൽ കുറച്ച് കമ്പോണൻസ് കൂടുതലാണ്. കാര്യം ആ ഒരു ബഫർ സെക്ഷനൊക്കെ വന്നിട്ടുള്ളതും പിന്നെ എക്സ്ട്രാ ബാസൊക്കെ വന്നിട്ടുള്ളത് കൊണ്ടും അവിടെ ആ ഒരു കുറച്ച് കമ്പോണൻസ് കൂടുതലാണ്. ഇട്ടിരിക്കുന്ന കമ്പോണൻസൊക്കെ നല്ല കമ്പോണൻസ് തന്നെയാണ് ഇവിടെ അവർ യൂസ് ചെയ്തിട്ടുള്ളത്. വിനോദേട്ടനാണ് ഇത്, VI ആഡിയോയുടെ ഓണർ വിനോദേട്ടനാണ്. വിനോദേട്ടൻ്റെ ഒരു പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സബ് ഫിൽറ്റർ പുള്ളി വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. കാര്യം സോണിയുടെ സർക്യൂട്ടാണ്. അപ്പോൾ സോണിയുടെ സർക്യൂട്ട് വർക്ക് ചെയ്യിപ്പിച്ച് അത് എടുത്തിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ പുള്ളി അത് ശ്രമിച്ച് നല്ല പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. നല്ല ഫിൽറ്ററാണ്, നല്ല അടിപൊളി ഫിൽറ്ററാണ്. നിങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നല്ല, വാങ്ങി ഉപയോഗിക്കുക. നല്ല ഫിൽറ്റർ തന്നെയാണ്. ഇവിടെ ഈ പഴയതിൽ ഉള്ളതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫ്രീക്വൻസി 50 ഹെർട്സ് ടു 300 ഹെർട്സ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ തന്നെ സബ്സോണിക്ക് 1, 2 ഉണ്ട്. 6 ഹെർട്സ് ടു 70 ഹെർട്സ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ലോ ബൂസ്റ്റ് 40 ഹെർട്സിൽ നമുക്ക്
ഒരു 40 ഹെർട്സിൽ നമുക്ക് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ബേസ് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബേസ് വരുന്നത് ഈ ലോ ബൂസ്റ്റിലാണ് 40 ഹെർട്സാണ്. അപ്പം നമുക്കതും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രീസെറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അത് പഴയതിൽ ഉള്ളതുപോലെ തന്നെയാണ്. അവിടെ ഒന്നും വ്യത്യാസമില്ല. ഈ പറഞ്ഞ കാര്യത്തിൽ പഴയതിൽ വ്യത്യാസമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ചിപ്പുകളെ വ്യത്യാസവും ആണ് ഇവിടെ. ഈ ഓപ്പാമ്പ് ഐസിയുടെയൊക്കെ വ്യത്യാസമാണ് ഇവിടെ വന്നിട്ടുള്ളത്. കൂടാതെ തന്നെ അത്യാവശ്യം നല്ല കമ്പോണൻസ് ആണ്. കെൽട്രോണിൻ്റെയൊക്കെ കപ്പാസിറ്റീസ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ റെസിസ്റ്റൻസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ അത് 1% ആക്കിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ളൊരു ചെറിയൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് മാത്രമേ ഇല്ല, അല്ലാതെ വേറെ കുറ്റങ്ങളൊന്നും പറയാനില്ല. പിന്നെ ഇവിടെ ഒരു രഹസ്യം സൂക്ഷിച്ചിട്ടുണ്ട്. ബാക്ക് സൈഡിൽ കുറച്ച് രഹസ്യമായിട്ടുള്ള കമ്പോണൻസ് വെച്ചിട്ടുണ്ട്. കാര്യം നല്ലതാണ്. കാര്യം കോപ്പി പോകാതിരിക്കാനായിട്ട് ഇത് നമുക്ക് ഉപകാരപ്പെടും. അതായത് വിനോദേട്ടന് ഇത് ഉപകാരപ്പെടും. നല്ലൊരു കാര്യമാണ്. അതും നല്ലൊരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഫിൽറ്ററിന് കംപ്ലൈൻ്റ് ആയ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 50 രൂപ ചിലവാക്കി പുള്ളിക്കാരൻ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് കംപ്ലൈൻ്റ് ആയാലും വിനോദേട്ടൻ അത് ശരിയാക്കി തരും, അല്ലെങ്കിൽ സർവീസ് ചെയ്ത് തരും. അതിൻ്റെ ഒരു ചെറിയൊരു ചാർജും കൂടെ വരുമായിരിക്കും. എന്നാലും കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് നന്നാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇത് അങ്ങനെ പെട്ടെന്നൊന്നും കംപ്ലൈൻ്റ് ആവത്തില്ല. നിങ്ങൾ കൊടുക്കുന്ന സപ്ലൈ പോസിറ്റീവ് നെഗറ്റീവ് ഗ്രൗണ്ട് നോക്കി കൊടുത്ത് ആദ്യമേ അത് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് കംപ്ലൈൻ്റ് ആവത്തില്ല. അപ്പോൾ അതും കൂടെ നിങ്ങൾ നോക്കേണ്ടതാണ്. പിന്നെ ഈ കാണുന്ന കണക്റ്റേഴ്സ്, ഈ ചെറിയ പിന്നൊക്കെ ഞാനിവിടെ സോൾഡറിങ് ചെയ്തതാണ്. അപ്പം അതുപോലത്തെ എന്തെങ്കിലും ചെറിയ പിന്ന് ഇവിടെ ആഡ് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു വില നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വിനോദേട്ടൻ്റെ ഫോൺ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾ ആ ഒരു ഫോൺ നമ്പറിൽ വിളിക്കേണ്ടതാണ്. പിന്നെ വെർഷൻ 1 വന്നത് നീല കളറും ഇവിടെ വന്നത് ഒരു റെഡ് കളർ PCB ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ രണ്ട് സബ് ഫിൽറ്ററിലും 1ലും 4ലും ഇൻപുട്ട് ഔട്ട്പുട്ട്, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് ഗ്രൗണ്ട് സപ്ലൈ ഇൻപുട്ട് എല്ലാം തന്നെ ഒരേ സൈഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആ ഒരു സൈഡിലൊക്കെ മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഒരൊറ്റ സൈഡിൽ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വയറിങ് അറേഞ്ച് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. അത് നല്ലൊരു കാര്യമാണ്. ഈ ഒരു വിനോദേട്ടൻ്റെ ഈ ഒരു ഫിൽറ്റർ, സബ്സോണിക് ഫിൽറ്ററിൽ ആ ഒരു കണക്ഷൻസിൻ്റെ കാര്യങ്ങൾ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റും. ചില ഫിൽറ്റർ ബോർഡുകളിൽ നമുക്ക് ഇവിടെ നിന്ന് ഔട്ട് എടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഗ്രൗണ്ട് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇവിടെ ഇൻപുട്ട് കൊടുക്കേണ്ടി വരും, അങ്ങനെയൊക്കെ വരും. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. വളരെ കൃത്യമായിട്ട് ഒറ്റ സൈഡിൽ തന്നെ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സബ്സോണിക് ഫിൽറ്ററാണിത്. ഇത് കമ്പനി ബ്രാൻഡിൻ്റെ അതേപോലെ ചെയ്തതാണിത്. നല്ല ക്വാളിറ്റിയാണ്, എല്ലാവരും നല്ല അഭിപ്രായമുണ്ട്. നമ്മുടെ ഈ ബ്രാൻഡിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇടി നല്ല സൂപ്പറായിട്ട് ഇടിയുണ്ട്. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് ഇടി കിട്ടും. ഇടി പറഞ്ഞാൽ നല്ല അടിപൊളി ഇടിയാവും. നല്ല കമ്പനി ബ്രാൻഡിൻ്റെ ഇടി കിട്ടുക. അപ്പോൾ അതിൻ്റെ ഒപ്പം ചെറിയ രീതിയിൽ വോക്കൽ വരും. ചെറിയ രീതിയിൽ ഇടിക്കൊട്ടും കുറവുണ്ടാവില്ല, എന്നാൽ ചെറിയ രീതിയിൽ വോക്കൽ വരും. അപ്പോഴാണ് ഈ മാച്ചിങ് കറക്റ്റ് ആവുള്ളൂ. അതായത് സ്റ്റീരിയോ സ്പീക്കറും സബും കൂടി മാച്ചിങ് വരുള്ളൂ. അപ്പോൾ ഈ ചിലർക്ക് അങ്ങനെ മാച്ചിങ് ഒന്നും വേണ്ട, ഇടി മാത്രം മതി എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് ഒരു കപ്പാസിറ്റർ വരുന്നുണ്ട്. ഈ കപ്പാസിറ്ററിനോടൊപ്പം, അതായത് പാരൽ ഇത് ഒഴിവാക്കേണ്ട, അതിൻ്റെ മീതെ ഒരു 474, അതായത് 470 NF. അപ്പോൾ ഈ 474 കപ്പാസിറ്റർ ഇതിൻ്റെ പാരലായിട്ട് വയ്ക്കുക. അപ്പോൾ ആ വോക്കൽ മൊത്തം കട്ടാവും, ഇടി മാത്രമായിട്ട് കിട്ടും. ഒന്ന് പരീക്ഷിച്ച് നോക്കും. ഓക്കെ, താങ്ക് യു. കൂടാതെ തന്നെ ഈ ഫ്രണ്ട്സ്, ഈ ഒരു ബോർഡ് നമ്മൾ സെയിലിന് വേണ്ടി വച്ചേക്കാണ്. അപ്പം ഈ ഒരു ബോർഡ് എനിക്ക് അതായത് ടെസ്റ്റിങ്ങിന് വേണ്ടി, അതായത് ഈ ഒരു ബോർഡ് നല്ലതാണോ ഇല്ലയെന്ന് അറിയുന്നതിന് വേണ്ടി, ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നോക്കുന്നതിന് വേണ്ടി ഈ കിട്ടിയൊരു ബോർഡാണ്. പിന്നെ റിവ്യൂ ചെയ്യുന്നതിനും കൂടെ കിട്ടിയൊരു ബോർഡാണ്. അപ്പോൾ ഈ ഒരു ബോർഡ് നമുക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വില അറിയുന്നതിന് വേണ്ടി എൻ്റെ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്ന ഞാൻ ഇതിൻ്റെ ഒരു വില ഞാൻ പേഴ്സണലായിട്ട് അറിയിക്കാം. കാര്യം ഇതിൻ്റെ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വീഡിയോയിൽ കൂടെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിനൊരു അനുവാദം എനിക്ക് തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ബോർഡ് നിങ്ങൾക്ക് തരുന്നതാണ്. പിന്നെ കൂടാതെ തന്നെ PCBയുടെ ക്വാളിറ്റി, ആ ഒരു PCBയുടെ ക്വാളിറ്റി നമുക്ക് വെർഷൻ 1ലും വെർഷൻ 2ലും നമുക്ക് നോക്കുമ്പോൾ ഏകദേശം സെയിം ആണ്. രണ്ടും സെയിം തന്നെയാണ്, വെർഷൻ 1ഉം വെർഷൻ 2ഉം. പക്ഷേ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. കാര്യം ഗ്ലാസ് എപ്പോക്സി അല്ല ഇത്. എന്നാലും ഗ്ലാസ് എപ്പോക്സി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പഴയ ആംപ്ലിഫയേഴ്സ്, ബ്രാൻഡഡ് ആംപ്ലിഫയേഴ്സ് നമ്മൾ തുറന്ന് നോക്കിയാൽ അതിൻ്റെ PCB അല്ല, നോർമൽ ഇതുപോലത്തെ PCBയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. അതൊന്നും ഇതുവരെയ്ക്കും ഒരു പ്രശ്നങ്ങളും പറ്റിയിട്ടൊന്നുമില്ല. ആർക്കും ഒരു കംപ്ലയിൻറ്റും പറ്റിയിട്ടില്ല. അപ്പം പറ്റിയിട്ടുണ്ട് എങ്ങനെ കാലപ്പഴക്കം കൊണ്ടുള്ള കംപ്ലയിൻറ്റ്സ് വന്നിട്ടുള്ളതല്ലാതെ നോയ്സ് ഇഷ്യൂ അങ്ങനെ ഉള്ള ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ ഒരു ഫിൽറ്ററിന് വളരെ നോയ്സ് ഇല്ലാത്ത, സബ്വൂഫർ ഓണായി നിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിലുള്ള ലെസ് നോയ്സാണ്, വളരെ കുറഞ്ഞ നോയ്സാണ് നമുക്ക് ഈ ഒരു ഫിൽറ്ററിൽ നിന്ന് വരുന്നത്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു PCBയുടെ ഒരു ക്വാളിറ്റി
കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള PCB തന്നെയാണ്. എന്നാലും ഗ്ലാസ് എപ്പോക്സിയുടെ PCB ആ ഒരു ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അത് വേറൊരു ഇഷ്യൂ ആയിട്ട് നമുക്ക് കാണേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല. ഈ ഒരു വിലയ്ക്ക് ഒരു പ്രശ്നമല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനോദേട്ടൻ സോണിയുടെ ഒരു സർക്യൂട്ട് എടുത്ത് വളരെ നല്ല രീതിയിൽ അത് വിജയിപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വേറെ ഇഷ്യൂ ഉള്ളൊരു സംഭവമായിട്ട് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. പിന്നെ കൂടാതെ തന്നെ ഓൺ ആവുന്ന സമയത്ത് ഇവിടെ ഒരു LED, ഇവിടെ ഒരു റെഡ് കളർ LED കത്തുന്നതാണ്. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ മഞ്ഞയാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഒരു LED ഓണായ ഒരു LED ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്. പോസിറ്റീവ്, നെഗറ്റീവ്, ഗ്രൗണ്ട് നോക്കി കൊടുക്കുക. ഈ വീഡിയോ ഞാൻ ലെങ്തി ആക്കുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചെറിയ ചേഞ്ചുകൾ മാത്രമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കൂടെ തന്നെ ഈ ഒരു ഫിൽറ്ററിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2 വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ള ആൾക്കാർക്ക് അത് കയറി കാണാവുന്നതാണ്. പിന്നെ വരുന്നത് ഈ 2 ബോർഡുകളാണ്. ഈ 2 ബോർഡിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. കാര്യം വീഡിയോ ലെങ്തി ആയിപ്പോകും, അതുകൊണ്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് വളരെ നന്ദിയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.